ഗുഡ് മോർണിംഗ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. രാവിലെ നല്ല മഴയായതിനാൽ എങ്ങനെ വീഡിയോയുടെ ക്ലാരിറ്റി കിട്ടുമെന്ന് അറിയുകയില്ല. ഇന്ന് നമ്മൾ പോകുന്നത് കുമിളിയിലുള്ള 2 പാർക്കുകളിലേക്കാണ്. ഒന്ന് എലിഫന്റ് പാർക്ക്, 2 റോസ് ഗാർഡൻ. മഴ ആയതിനാൽ എത്രത്തോളം വീഡിയോ എടുക്കാനും എൻജോയ് ചെയ്യാനും കഴിയുമെന്ന് അറിയുകയില്ല. ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ ചെല്ലാർകോവിൽ എക്കോ ടൂറിസം പിക്നിക് പോയിന്റ് ആയിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ മറക്കാതെ ആ വീഡിയോയുടെ കാണുക. അതും വേറിട്ട ഒരു അനുഭവം ആയിരിക്കും. എല്ലാവരുമായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ കിട്ടിയ ഒരു സന്ദർഭമായിരുന്നു. ഇപ്പോൾ ഇതിപ്പോ 7 പേരുണ്ട് നമ്മൾ ഇല്ലയോ? അവര് കുട്ടീസ് തന്നെ, അവര് വലുതായിട്ടില്ല. അതുകൊണ്ട് ഞാൻ അറിഞ്ഞോണ്ട് ഞാൻ കുട്ടീസ് പറഞ്ഞേ. 2 വർഷത്തിന് ശേഷം ഇവര് തമ്മിൽ മിക്കവാറും കാണത്തുള്ളൂ. അവര് 2 പേരും 10ാം ക്ലാസ്സിൽ ജയിച്ചു, 2 പേർക്കും നല്ല മാർക്കൊക്കെ ഉണ്ട്. അപ്പം അവർക്കുള്ള ചെലവും കൂടെയാണ് ഈ ട്രിപ്പ്. അതെ 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 ഇപ്പോൾ നമ്മൾ ആന സഫാരിക്ക് എത്താറായി. കുമ്പിളി ജസ്റ്റ് റൈറ്റ് എടുത്ത് കഴിയുമ്പോൾ കുറച്ച് വരുമ്പോൾ കാണുന്നതാണ്. ഇവിടെ ഇവിടെ എങ്ങോട്ടോ നമ്മളങ്ങനെ എലിഫന്റ് പാർക്കിങ്ങിൻ്റെ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അല്ലെങ്കിൽ കുറച്ച് മുകളിലായിട്ട് വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാവുന്നതാണ്. ജീപ്പ് സവാരിക്കൊക്കെ പോകുന്ന ഒരു വണ്ടിയാണ്. ജീപ്പ് സവാരിക്കുള്ള ജീപ്പാന്ന് തോന്നില്ലയോ? അങ്ങനെ ആണോ? ഓക്കെ. അവിടെയും പാർക്കിംഗ് ഉണ്ട് കേട്ടോ, മേളിലും പാർക്കിംഗ് ഉണ്ട്. പക്ഷെ നമ്മൾ താഴെയാ പാർക്ക് ചെയ്തത്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുത്തതിനു ശേഷമാണ് നമ്മൾ ആന സഫാരിക്ക് വേണ്ടി പോകേണ്ടത്. ഒരു ആനയുടെ പുറത്ത് 2 അല്ലെങ്കിൽ 3 പേർ എന്ന ക്രമത്തിലാണ് പോകുന്നത്. ഒരാൾക്കിവിടെ 500 രൂപയാണ് ആനപ്പുറത്ത് കയറുന്നതിന്. എനിക്ക് ഇതിൻ്റെ അകത്ത് വലിയ രസമൊന്നും തോന്നിയില്ല. എങ്കിലും എല്ലാവരും കൂടെ വന്നതല്ലേ, ഒരു എൻജോയ്മെന്റ് അത്രമാത്രം. മഴ ചാറുന്നുണ്ട് കേട്ടോ. മഴ നമുക്ക് പണി തരുമോ? അവിടെ ഇറങ്ങിപ്പോണത് ഓണം നിൽക്കുന്ന പറഞ്ഞോ വേണ്ട. താഴെ ഇറങ്ങിപ്പോണ്ട, താഴെ ഒരു ആനന്ദിപ്പുണ്ട്. എന്തുവാ റീലുണ്ടോ? മഴ പെയ്യുന്നല്ലോ, മൊബൈൽ നനയുമല്ലോ. ഇൻസ്റ്റോ 360 മാത്രമല്ല, മൊബൈലും പോക്കാവും. ഒരു കുട തരുമോ? നടുക്ക് പിടിച്ചോ, നടുക്ക് പിടിച്ചോ. ആനപ്പുറത്തിരിക്കുന്നവരുടെ മുഖഭാവം ഒന്ന് ശ്രദ്ധിച്ചോണം. മുഖഭാവം നോക്കിയാൽ മനസ്സിലാക്കാം ഇത് അവർക്കിഷ്ടമായോ ഇല്ലയോ എന്ന്. എല്ലാവരും ഹാപ്പിയാണ്. എന്നിരുന്നാൽ തന്നെയും ഇതൊരു വേറിട്ട ഒരു അനുഭവം തന്നെയാണ്. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു യാത്രയാണ് ആനപ്പുറത്തുള്ളത്. ആനപ്പുറത്തുള്ള യാത്ര എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ ആനപ്പുറത്തുള്ള എക്സ്പീരിയൻസ്? ആദ്യമേ എക്സ്പ്ലോർ ചെയ്യേണ്ട സംഭവമാണ് ഇത്. ആണോ? എന്താ വാടാ പറയുന്നത്? പേടിച്ചിരിക്കണോ അതിൻ്റെ ഇടയില്? തുമ്പിക്കൈ നോക്കിയിരിക്കുന്നു. ഇറങ്ങാനുള്ള പ്ലാനിങ് ആണ്. ഇവിടെ കൊണ്ട് തിരിച്ച് ഇറങ്ങും.
ഫേവലോട് പറയടാ, ആനയാണ് പോയി തൊട്ടിട്ട് വരാൻ. ആന വെജിറ്റേറിയൻ ആടാ. അല്ലയോ? ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്നതാണ് എല്ലാവരും കൂടി ആനയുടെ അടുത്തേക്ക്. എന്നാൽ ഫേവലിന് പേടിയാണ് അതിൻ്റെ അടുത്തേക്ക് പോകാൻ. അതാണ് അവൻ മാറി മാറി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ എലിഫന്റ് പാർക്കിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞു. അതെങ്ങനെ ഉണ്ടായിരുന്നു പറയണ്ടേ എലിഫന്റ് പാർക്കിൽ? അപ്പോൾ എലിഫന്റ് പാർക്കിലെ എക്സ്പീരിയൻസ് എങ്ങനെയാ? നിങ്ങളുടെ ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് പറഞ്ഞേ. ആന കാണാനായിരുന്നു ആഗ്രഹം. ആനയുടെ മണ്ടയ്ക്ക് കയറിയിരുന്നു. ആന നമ്മളിപ്പം പോകുന്നത് റോസ് ഗാർഡൻ, ബ്ലൂ അല്ല റോസ് ഗാർഡൻ. ഇപ്പോൾ മഴയായതുകൊണ്ട് റോസ് ഗാർഡനിൽ പോയിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ജസ്റ്റ് അവിടെ വരെ പോയി നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. വണ്ടി ഓട്ടോ ഇങ്ങോട്ട് കയറുന്നുണ്ട്. മഴയാണ് രാവിലെ. അവിടെ ഇങ്ങോട്ടാ വന്നേ. അവിടെ തിരിയാൻ വിട്ടുപോയി. ഫസ്റ്റ് റൈറ്റ് അവർ പുള്ളി പറഞ്ഞു, പക്ഷേ നമ്മളത് തിരിയാൻ വിട്ടുപോയി. ആരും കണ്ടില്ല. നമ്മളിപ്പോൾ റോസ് ഗാർഡനിലോട്ട് പോകാനുള്ള പരിപാടിയിലാണ്. റോസ് ഗാർഡൻ്റെ പാർക്കിംഗ് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് റോസ് ഗാർഡനിലെ എൻട്രൻസ്. ടൈമിംഗ് 10 മണി തൊട്ടാണ് ഉള്ളത്. 10 മണിക്കാണ് ഇത് ഓപ്പൺ ആകുന്നത്. റോസ് ഗാർഡനിലെ റോസ് പാർക്ക്. റോസ് പാർക്കിൻ്റെ അകത്തു കയറുവാൻ എൻട്രൻസ് ഫീ ഉണ്ട്. കുട്ടികൾക്ക് കളിക്കുവാൻ കുറേയേറെ ഫ്രീ ആക്ടിവിറ്റീസ് ഉണ്ട്. അതുപോലൊക്കെ തന്നെ പെയ്ഡായിട്ടുള്ള കുറേ ആക്ടിവിറ്റീസും ഉണ്ട്. അഡീഷണൽ ആക്ടിവിറ്റീസിൽ ഒന്നും കയറണ്ടായെങ്കിൽ നമ്മൾ എൻട്രൻസ് ഫീ മാത്രം കൊടുത്താൽ മതി. അഡീഷണലായിട്ടുള്ള ഗെയിംസും അതിൻ്റെ പേയ്മെൻറ്റും എല്ലാം അതിൻ്റെ വെളിയിൽ തന്നെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് ഇവിടെ 120 രൂപയാണ് എൻട്രൻസ് ഫീസ്. അപ്പോൾ തന്നെ ആ 120 രൂപയിൽ നമ്മൾക്ക് കുറച്ച് ആക്ടിവിറ്റീസും ചെയ്യാവുന്നതാണ്. ഞങ്ങളങ്ങനെ എൻട്രൻസ് ഫീ എല്ലാം കൊടുത്തു. അപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുകയായതിനാൽ ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നു. മഴയുടെ ശക്തി ഒന്ന് കുറഞ്ഞപ്പോൾ പാർക്കിലേക്ക് പോകാം എന്ന് വിചാരിച്ച പാർക്കിലേക്ക് യാത്രയായി. അപ്പോഴും മഴ ചാറിക്കൊണ്ടേയിരുന്നു. എന്നാൽ കുട്ടികൾ അത് വകവയ്ക്കാതെ അതിലെ ഒക്കെ ചാടിക്കൊണ്ടിരിക്കുകയാണ്. പാർക്കിന് ഉള്ളിലോട്ട് കയറുമ്പോൾ തന്നെ വേ ഇൻ എന്ന ഒരു ബോർഡും സേഫ്റ്റി ഇൻസ്ട്രക്ഷനും കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് വായിച്ചത് മനസ്സിലാക്കാവുന്നതാണ്. ഒരു കാള, പഴയകാല ഓർമ്മകളെ നിലനിർത്തുന്ന രീതിയിലൊരു കാളയും കാളവണ്ടിയുമാണ് കാണുന്നത്. എല്ലാം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. 10 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന പാർക്കാണ് ഇത്. വൈവിധ്യമാർന്ന ആസ്വാദന മേഖലകളാൽ നിറഞ്ഞ ഒരു പാർക്കിൻ്റെയോ പൂന്തോട്ടത്തിൻ്റെയോ അതിരുകൾക്കപ്പുറം പ്രായപരിധികൾ ഇല്ലാതെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ ആഘോഷിക്കുവാനും അവ എന്നേക്കുമായി ഓർത്തുവെക്കുവാനും പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് ഇത്. കുമിളിയിലെ റോസ് പാർക്ക് സാധാരണയായി തേക്കടി റോസ് പാർക്ക് എന്നാണ് അറിയപ്പെടുന്നത്. മതി, താഴെ ഇറങ്ങാം. മതി, അവിടെ കൈവെട്ടി തട്ടിയാൽ താഴെ വീഴും. കൈ തട്ടിയാൽ താഴെ വീഴും. ഇറങ്ങി മതി.
കയറെ പിടിച്ചിറങ്ങിയാൽ മതി, കയറെ പിടിച്ച. പരിസ്ഥിതി ടൂറിസത്തിനും വിനോദത്തിനും വേണ്ടി ജനപ്രീതി നേടിയ താരതമ്യേന പുതിയൊരു ആകർഷണമാണ് ഈ പാർക്ക്. ചില ചരിത്ര സ്മാരകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തേക്കടി റോസ് പാർക്ക് താരതമ്യേന പുതിയതാണ്. ഈ പാർക്ക് വളരെ പെട്ടെന്ന് തന്നെ വിനോദസഞ്ചാരികളുടെയും നാട്ടുകാരുടെയും ഇടയിൽ പ്രശസ്തി നേടി. നമ്മൾ ഇവിടെ നിന്നാണ് റോസ് പാർക്കിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന സ്ഥലം. എല്ലാം നല്ല നീറ്റായി അടുക്കും ചുറ്റോടും കൂടി വച്ചിരിക്കുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് ഇവിടെ ലഭിക്കും. ഒരു ഫുൾ ഡേ സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ച് വരുന്നവരാണെങ്കിൽ നിങ്ങൾ ഫുഡ് കരുതേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങളെല്ലാം ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. റെസ്റ്റോറൻറ്റിൻ്റെ മുൻപിലുള്ള കായ്ച്ചു കിടക്കുന്ന മുന്തിരിച്ചെടികളുടെ ആ ഭംഗി ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. നല്ല രീതിയിൽ തന്നെയാണ് അത് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. പരിസ്ഥിതി ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനും സന്ദർശകർക്ക് ഒരു ആനന്ദകരമായ വിനോദസ്ഥലം നൽകുന്നതിനുമായി ഇത് സ്ഥാപിതമായി. റോസ് പാർക്ക് ഇപ്പോൾ തേക്കടിയിലെ ഒരു സന്ദർശിക്കേണ്ട പാർക്കുകളിൽ ഒന്നായി വളർന്നിരിക്കുന്നു. മാർച്ച് മുതൽ മെയ് വരെയുള്ള വേനൽക്കാലത്തും സുഖകരമായി എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പാർക്കാണ് ഇത്. അപ്പോൾ ജൂൺ മുതലുള്ള മഴക്കാലം കുട്ടികൾക്കത്ര അനുയോജ്യമല്ല, കളിക്കാൻ പറ്റിയ കാലാവസ്ഥയല്ല ആ സമയത്ത്. എന്നിരുന്നാൽ തന്നെയും പച്ച പുതച്ചുള്ള അന്തരീക്ഷം നമ്മൾക്ക് പ്രത്യേക ഉന്മേഷം നൽകുന്നു. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ശൈത്യകാലമാണ് ഏറ്റവും നല്ലത്. തണുപ്പുള്ളതും പാർക്കിൽ വിശ്രമത്തോടെ നടക്കാൻ അനുയോജ്യവുമായ കാലാവസ്ഥയാണ് ആ സമയത്ത്. കുമിളിയിൽ നിന്ന് ഏകദേശം 3.5 കിലോമീറ്റർ ട്രാവൽ ചെയ്താൽ നമുക്ക് ഈ പാർക്കിൽ എത്തിച്ചേരാം. പലപ്പോഴും പലരും തേക്കടി വരെ വന്നതിന് ശേഷം ഈ പാർക്ക് മിസ് ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട പാർക്കുകളിൽ ഒന്നാണ് ഇത്. ആയതിനാൽ നിങ്ങൾ തേക്കടിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ പോകുവാൻ മറക്കരുത്. പ്രകൃതി ദൃശ്യങ്ങൾ ആസ്വദിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും ആവശ്യത്തിലേറെ ഇരിപ്പിടങ്ങൾ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. പാർക്കിലെ നടപ്പാതകൾ നന്നായി നിർമ്മിച്ചതും ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടും ഇതിലെ നടക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. മനോഹരമായ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ നടപ്പാതകളിലൂടെയുള്ള ശാന്തമായ നടത്തം മനസ്സിന് ഒരു പ്രത്യേകതരം കുളിർമ നൽകുന്നു. മനോഹരമായി ക്രമീകരിച്ച പൂക്കളും അലങ്കാര സസ്യങ്ങളും അതുപോലെ തന്നെ ചുറ്റുമുള്ള കുന്നുകളുടെയും വനങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ, ചിത്രശലഭങ്ങൾ അടുത്തു നിന്ന് കാണാൻ കഴിയുന്ന മനോഹരമായ ഒരിടം, ഇതൊക്കെ ഈ പാർക്കിനെ മറ്റു പാർക്കുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുമിളിക്ക് വരികയാണെങ്കിൽ തേക്കടി മാത്രം കണ്ട് തിരിച്ചു പോകരുത്. അരുവിക്കുഴി വ്യൂ പോയിൻ്റ്, ചെല്ലാർകോവിൽ എക്കോ ടൂറിസം പിക്നിക് പോയിൻ്റ്, അതുപോലെ തന്നെ എലിഫൻറ്റ് സഫാരി, റോസ് പാർക്ക് എന്നിവയെല്ലാം നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ തന്നെ തേക്കടിയിൽ നിന്ന് ജീപ്പ് സഫാരിയും അവൈലബിൾ ആണ്. സത്രം പോയി കണ്ട് തിരിച്ചു വരാനും പറ്റിയ ഒരു ഇടമാണ് തേക്കടിയിൽ നിന്ന്. തേക്കടിയിൽ നിന്ന് കുറച്ചുകൂടി മുമ്പോട്ട് വരുവാണെങ്കിൽ വണ്ടിപ്പെരിയർ എന്നൊരു സ്ഥലം വരും. അവിടെ നിന്ന് പാസ് എടുത്ത് ഗവി വഴി പത്തനംതിട്ടയിൽ എത്താവുന്നതാണ്. ഗവി ട്രിപ്പ് പ്രത്യേക ഒരു അനുഭവം തരുന്ന യാത്ര തന്നെയായിരിക്കും.
അപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും റേഞ്ച് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഗവിക്ക് നിങ്ങൾ പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ്. വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ തേക്കടിയിൽ വന്ന് തേക്കടി മാത്രം കണ്ട് നിങ്ങൾ മടങ്ങിപ്പോകരുത്. തേക്കടിക്ക് ചുറ്റും ഇനിയും അനേകം സ്ഥലങ്ങളുണ്ട്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുവാൻ മറക്കരുതേ. റോസ് പാർക്കിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് പറയൂ. വളരെ നല്ലതാണ്. ഒരു റോസാപ്പൂ പോലും അതെ, but it's nice. Swings ഇഷ്ടമുള്ളവർക്കെല്ലാം ഇഷ്ടംപോലെ സ്വിംഗ് ഉണ്ട്. നമ്മൾ ഓരോ റൈഡിലും കയറണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം പൈസ കൊടുത്ത് കയറണം. ഫുൾ പാക്കേജ് അഡൽട്സിന് 600 രൂപയും ചിൽഡ്രൻസിന് 350 രൂപയാണ്. നമ്മുടെ നാട്ടിലെ ഓരോ റൈഡിന് കയറുന്നതിന് 300 രൂപയും 400 രൂപയും വാങ്ങിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതൊക്കെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഇത് സിപ്പ് ലൈന് അങ്ങനെയൊക്കെയുള്ള സംഭവത്തിൽ കയറാൻ ഒറ്റയടിക്ക് 600 രൂപയ്ക്ക് കയറാം താല്പര്യമുള്ളവർക്ക്. ഇൻഡിവിജ്വലിന് 50 രൂപ. വെറുതെ അത്രയും പൈസ മുടക്കുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. 120 രൂപയ്ക്ക് കയറിയാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഇഷ്ടംപോലെ സംഭവങ്ങൾ അതിൻ്റെ അകത്ത് ഉണ്ട്. മഴ സമയത്ത് കൂടെ വരാതിരിക്കാൻ നോക്കുക. മഴയില്ലായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഇനിയും കുറേ നേരം കൂടെ അതിനകത്ത് നമുക്ക് ചെലവഴിക്കായിരുന്നു. അതിന് വേണ്ടിയുള്ള കൊച്ചുങ്ങൾക്ക് പിള്ളേർക്ക് പറ്റിയ സംഭവങ്ങളെല്ലാം അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയതെല്ലാം ഉണ്ട് അതിനകത്ത്. ഓക്കെ, അപ്പോൾ ഫുൾ പാക്ക് എടുത്ത് വരുവാണെങ്കിൽ ഒരു 1 ഡേ ട്രിപ്പ് ഫുൾ എൻഗേജ് ചെയ്ത് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്, ഇല്ലയോ? എല്ലാ റൈഡിലും കയറണം. കൊടുത്ത് കയറിയാൽ വൈകിട്ട് 7 മണി വരെയും അവിടെ നിൽക്കാൻ വേണം.